കാവ്യ മാധവൻ, നിഖില വിമൽ, മലയാളിക്ക് പ്രിയപ്പെട്ട ചലച്ചിത്ര താരങ്ങളാണ് ഇവരൊക്കെ. എനിക്കും പ്രിയപ്പെട്ടവരാണ്. അത് നമുക്കൊക്കെ ആ പ്രിയപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ വളർന്നു വന്നത് കലോത്സവ വേദികളിലൂടെയാണ് എന്നുള്ള ഒരു സത്യം നമുക്കറിയാം. അതിനുമപ്പുറം ഉള്ള സിനിമാ താരങ്ങളെ ഉൾപ്പെടെ കഴിഞ്ഞ 34 വർഷമായി മോണോ ആക്റ്റിൽ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകനെ യാദൃശ്ചികമായി ഇവിടെ തൃശ്ശൂർ കലോത്സവ നഗരിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ശശികുമാർ നീലേശ്വരമാണ്. മാഷ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ, സുഖമാണ്. ഇപ്പോൾ ഒരു അനുഷ്ഠാനം പോലെ, ആചാരം പോലെ ഇപ്പോൾ കുറേ വർഷം 34 വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പഠിക്കുന്ന കാലത്ത് അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല, വരാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ കൊണ്ട്, അതായത് നമ്മൾ അവതരിപ്പിക്കാത്തതുകൊണ്ടല്ല, നമ്മുടെ സ്കൂളുകളിൽ അങ്ങനെ ചിലപ്പോൾ എല്ലാവരെയും കൊണ്ടുവരില്ലല്ലോ ഒന്നാം സ്ഥാനം കിട്ടിയാലും. പക്ഷേ അതിന് ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിനൊരു പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 34 വർഷമായിട്ട് സ്റ്റേറ്റ് ലെവലിൽ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് പറ്റാത്തൊരു സാധനം പിന്നെ എൻ്റെ മക്കളിലൂടെയും എല്ലാം. അതെ അതെ. അല്ല, മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞൊരു ഇൻട്രോ മാഷ് കേട്ടോന്നറിയില്ല. കാവ്യ മാധവൻ, നിഖില വിമൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാർ ആയിരിക്കും ഇവൻ വെറുതെ പറഞ്ഞാണോ? അത് മാഷ് കഴിഞ്ഞ 34 വർഷമായിട്ടുണ്ട്. അത് വേറെ ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകളൊക്കെ ഈ പറഞ്ഞവരും ആരൊക്കെയാണ്? ഒരുപാട് ആ കാലത്ത് കലാപ്രതിഭ, കലാതിലകമൊക്കെ ഉണ്ടായിരുന്നു. മിക്കവാറും ആ ഭാഗത്തുള്ള കലാപ്രതിഭകളും തിലകങ്ങളൊക്കെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതായത് ശ്രീഹരി, ഡോക്ടർ ശ്രീഹരി ഇപ്പോൾ ഡോക്ടറാണ്, ഒരു കലാപ്രതിഭയായിരുന്നു. അതുപോലെ ധന്യ കീപ്പേരി, കാവ്യ മാധവൻ, അവരൊക്കെ ആയിരുന്നു ആദ്യകാലത്ത്. പിന്നെ ഈ ധന്യ കീപ്പേരിയൊക്കെ സിനിമയിൽ വരുന്നത് നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ധന്യ പിന്നീട് വേറൊരു മേഖലയിലേക്ക് പോയി. അതെ 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 ധന്യ കീപ്പേരി സിനിമയിൽ വന്നില്ല. അങ്ങനെ കുറേ പേര് സിനിമയിലേക്കുള്ള ഒരു ചുവട് എന്നുള്ള നിലയിൽ ഇതിനെ കാണണോ എന്നുള്ള വേറെ കാര്യം. പക്ഷേ എല്ലാവരുടെയും താല്പര്യം അതാണല്ലോ കുറേ കൂടി പോപ്പുലറായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അതെ. പിന്നെ നമ്മുടെ ജാനറ്റ് ജെയിംസ്, ശ്രീലേഖ, കലാതിലകമായിട്ടുണ്ട്. അതെ അതെ, ശ്രീലേഖ അതെ. ജാനറ്റ് ജെയിംസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കുട്ടികൾ, പരമേശ്വരൻ, പിന്നെ അതുപോലെ ഒരുപാട് കുട്ടികൾ ഒരുപാട് തവണ. അഭിനന്ദ് അല്ല, അഭിനന്ദ് ഇപ്പം മാസ്റ്റർ ഇല്ലാണ്ടായി മാറി, മൂത്തു. അതെ അതെ, അഭിനന്ദ് സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയ കുട്ടിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ നോക്കുമ്പോൾ, പിന്നെ എണ്ണി നോക്കുമ്പോൾ ഒരുപാടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഞാനും മോണാക്റ്റിൽ അവിടെ കണ്ണൂർ ജില്ലയിലൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ UP തലത്തിലാണ്, അത് സംസ്ഥാനമില്ല. ഈ സംസ്ഥാനത്തേക്ക് നമ്മൾ വരുമ്പോഴേ എന്താണ് എല്ലാവർക്കും ഈ മാഷയുടെ കുട്ടികൾക്കൊക്കെ പലപ്പോഴും ആ സമയത്ത് ഫസ്റ്റും പിന്നീട് A ഗ്രേഡ് വന്നപ്പോൾ A ഗ്രേഡൊക്കെ കിട്ടുന്നത് എന്ത് ട്രിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? അല്ല, ട്രിക്കൊന്നുമില്ല. ഇതിൽ നമ്മൾ അപ്ഡേറ്റ് ആവണം. പിന്നെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ വിഷയങ്ങൾ, എന്തൊക്കെ വിഷയങ്ങളാണ് വരുന്നത്, അതൊക്കെയാണ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കഥയോ എന്തെടുത്താലും, പുരാണമായാലോ മിത്തായാലോ എടുത്താലും, അതിനകത്ത് നമ്മളൊരു ആനുകാലിക സാധനങ്ങൾ നമ്മൾ ഇൻഡയറക്റ്റായിട്ട് പച്ചക്ക് പറയാണ്ട് ഇൻഡയറക്റ്റ് പറഞ്ഞാൽ നല്ലത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പഴയ സാധനം എടുത്തിട്ട് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അത് കാണുമ്പോൾ അത് താനല്ലയോ ഇത് എന്ന്. വീഞ്ഞ് പഴയതായാലും മതി, പക്ഷെ കുപ്പി പുതിയതായിരിക്കും. അല്ല, വീഞ്ഞ് പഴയതല്ല, വീഞ്ഞ് പുതിയതാണ്, കുപ്പിയാണ്. അതെ അതെ അതെ. ഞാൻ ഇപ്പുറത്ത് വയ്ക്കുക. മാഷ അഭിനയം പഠിപ്പിച്ചിരുന്ന എന്താ പേരെന്താ? ഭാര്യയുടെ അഭിനയം പഠിപ്പിച്ചു? ജീവിക്കാനും പഠിപ്പിച്ചു? എങ്ങനെയുണ്ട്? വലിയ സപ്പോർട്ടാണ്. സപ്പോർട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ നടന്നു വരാൻ പറ്റില്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ കൂട്ടും. ഇതൊക്കെ കാണണമല്ലോ. നമ്മളിവിടെ വെറുതെ നടക്കുന്നതല്ല, അലഞ്ഞ് നടന്ന് ഇങ്ങനെ അധ്വാനിക്കുന്നതാണ് കാണണമല്ലോ. നന്നായി വെയിലുള്ളുന്നുണ്ട്. മൂപ്പര് പണ്ട് കലോത്സവത്തിലൊക്കെ ഗ്രൂപ്പ് ഡാൻസ് ഇതൊക്കെ വന്ന് സംസ്ഥാനത്തിൽ മത്സരിച്ച് അന്നേരം A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ അതെ, അത് ഏത് കാലമാണ്? അത് 93-ലപ്പാ. അല്ല, A ഗ്രേഡ് അന്നേരം കലാതിലക എന്ന സമയത്ത്. അന്നേരം കലാതിലകം ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് മാഷയുടെ കുട്ടികൾ ഇത്തവണ കലോത്സവത്തിനുണ്ടോ? ഞാനിപ്പോൾ യാദൃശ്ചികമായി കണ്ടു. അതെ, 5 കുട്ടികളുണ്ട്. അവർ ഇപ്പോൾ മത്സരം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞതിനൊക്കെ A ഗ്രേഡ് ഉണ്ട്. അടുത്തതും കിട്ടുമെന്ന് പ്രതീക്ഷ. ആയിക്കോട്ടെ. എന്തായാലും അതിനിടയിൽ ചില ARM പോലുള്ള സിനിമകളിലൊക്കെ ARM ഉണ്ടായിരുന്നു, അന്നയും റസൂലിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-12 സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ വേഷങ്ങൾ സിനിമയിൽ കാണാൻ പറ്റട്ടെ. ശിഷ്യഗണങ്ങളെ പോലെ തന്നെ വലിയ താരമായി തീരട്ടെ കേട്ടോ. അതുപോലെ ശശി മാഷാണ് ഒരുപാട് എന്താ പറയുക, അഭിനയ പ്രതിഭകളെ സൃഷ്ടിച്ച ഒരു അഭിനയ കളരിയുടെ അധ്യാപകനാണ് അദ്ദേഹം. ഇനിയും സിനിമകളിലൊക്കെ തിളങ്ങട്ടെ. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.